الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ സ്നേഹിക്കപ്പെടേണ്ടത് ആരെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരാളുടെ ഹൃദയത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ട അൽ മഹബൂബുൽ ആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹവും അതേപോലെ തന്നെ വഇഷ്ഖുസ്സുവരി, മറ്റുള്ള ഭൗതികമായ വസ്തുക്കളോടുള്ള സ്നേഹവും, ഇത് രണ്ടും ഒരുമിച്ച് കൂടുക എന്നുള്ളത് സാധ്യമേയല്ല എന്നാണ് വിശദീകരിച്ചത്. അള്ളാഹുവിനോടുള്ള സ്നേഹം ഒരാളുടെ ഹൃദയത്തിൽ നിറയുകയാണ് എങ്കിൽ അത് ഭൗതികമായ വസ്തുക്കളോടുള്ള അതിര് കവിഞ്ഞ സ്നേഹത്തെ പുറത്താക്കും. ഒരാൾക്ക് ഹൃദയത്തിൽ ഭൗതികമായ വസ്തുക്കളോട് അതിര് കവിഞ്ഞ സ്നേഹമുണ്ടെങ്കിൽ അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യും? പുറത്താക്കും. ഇത് രണ്ടും ഒരേ രീതിയിൽ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നത് സാധ്യമേയല്ല എന്നാണ് വിശദീകരിച്ചത്. അതുകൊണ്ട് ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെയും അവൻ സ്നേഹിക്കാൻ പഠിപ്പിച്ച അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് കാരണമായി തീരുന്ന കാര്യങ്ങളെയും ഇതിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. അതിനുശേഷം ഇമാം അവർകൾ ഈ ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. സ്നേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. വഖാസിയ്യത്തു അത്തഅബ്ബുദി, അള്ളാഹുവിനുള്ള ഇബാദത്ത് അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. ഒരാൾ ഒരു വസ്തുവിന് ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് അൽ ഹുബ്ബു മഅൽ ഖുദൂഇ വദ്ദുല്ലി ലിൽ മഹബൂബ്. ഇബാദത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ അടങ്ങിയിരിക്കണം. ഒന്ന് ഹുബ്ബുണ്ടാകണം, സ്നേഹമുണ്ടാകണം. അതേപോലെ തന്നെ സ്നേഹിക്കപ്പെടുന്ന വസ്തുവിനോട് ഖുദൂഉം തദല്ലുലും ഉണ്ടാകണം, വിനയവും അതേപോലെ തന്നെ താഴ്മയുമെല്ലാം വേണം. ഈ ഹുബ്ബും സ്നേഹവും താഴ്മയും വിനയവുമെല്ലാം കൂടിച്ചേരുമ്പോഴാണ് അതെന്തായി മാറുക? ഇബാദത്തായി മാറുക. അതുകൊണ്ട് ഫമൻ അഹബ്ബ മഹബൂബൻ, ആരെങ്കിലും ഒരാൾ ഒരു സ്നേഹിതനെ സ്നേഹിച്ചാൽ, വഖദഅ ലഹു, അവനോട് ഈ പറയുന്ന വിനയവും താഴ്മയും പ്രകടിപ്പിച്ചാൽ, ഫഖദ് തഅബ്ബദ ഖൽബഹു ലഹു, അവൻ്റെ ഹൃദയം എന്ത് ചെയ്തിട്ടുണ്ട്? അവന് ഇബാദത്ത് അർപ്പിച്ചിട്ടുണ്ട്. അവൻ്റെ ഹൃദയം ആ പറയുന്ന വസ്തുവിനോ
ഒന്നുകിൽ അടിമയായി തന്നെ മാറിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. ബലി തഅബ്ബുദു ആഖിറു മറാത്തിബിൽ ഹുബ്ബി. എന്നിട്ട് ഇമാം അവറുകൾ പറയാണ്, ഈ തഅബ്ബുദിയത്ത്, ഈ പറയുന്ന കാര്യം, ഹുബിന് വ്യത്യസ്തങ്ങളായ മർത്തബകളുണ്ട്. അതിലേറ്റവും അവസാനത്തെ പടിയാണ് എന്ത്? ഒരാൾ മറ്റൊരാൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ആരാധനകൾ അർപ്പിക്കുക എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുന്നത്. അത് ഏറ്റവും അവസാനത്തെ സ്നേഹത്തിൻ്റെ മർത്തബയാണ്. വയുഖാലു ലഹു അത്തതയ്യും. ഈ തഅബ്ബുദിന്റെ ലെവലിലേക്ക് എത്തുന്നതിന് തതയ്യും എന്നും ഒരു പദം ഉണ്ട്. ഫഇന്ന അവ്വല മറാത്തിബിഹി അൽ അലാക. എന്നിട്ട് ഇമാം അവറുകൾ ഈ മഹബ്ബത്തിന്റെ, സ്നേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ മർത്തബകൾ ഏതെല്ലാമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അതിലേറ്റവും ഒന്നാമത്തെ പടി അൽ അലാഖ, അലാഖത്താണ്. അലാഖത്ത് എന്ന് പറഞ്ഞാൽ വസുമ്മിയത്ത് അലാഖത്തൻ ലിതഅല്ലുഖിൽ മുഹിബ്ബി ബിൽ മഹബൂബ്. ഈ ഒന്നാമത്തെ പടിക്ക് അലാഖത്ത് എന്ന് വെച്ചാൽ ബന്ധം സ്ഥാപിക്കുക എന്നാണ്, ബന്ധമുണ്ടാവുക, ഈ ബന്ധമാണ്. ഇതിന് അലാഖത്ത് എന്ന് പറയാൻ കാരണം എന്താണ്? സ്നേഹിക്കുന്നയാള് അവൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? മഹബൂബിനോട് ഒരു കെട്ടിടുന്നു, ഒരു ബന്ധം സ്ഥാപിക്കുന്നു, അതുമായിട്ട് ഒരു കെട്ട് ഇടുക, അതിനോട് ബന്ധം സ്ഥാപിക്കുക. അതുകൊണ്ടാണ് അതിന് അലാഖത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇമാം അവറുകൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരാൾ ഒരു വസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ തഅബ്ബുദിലെത്തുക എന്നുള്ളതാണ്. അതിലേക്ക് എത്തണമെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് വേണം. ഒന്ന് എന്ത് വേണം? സ്നേഹം വേണം. അതിനോടുകൂടെ തന്നെ വിനയവും താഴ്മയെല്ലാം കാണിക്കും. ഒരാൾ ഒരു വസ്തുവിനോട് വല്ലാതെ വിനയവും താഴ്മയൊക്കെ കാണിക്കുന്നുണ്ട്, അതിനോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നു? വരുന്നില്ല, ഇബാദത്തും മറ്റൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ ഒരാൾ ഒരു വസ്തുവിനോട് ഈ പറയുന്ന ഹുബ്ബ് വല്ലാതെ ഉണ്ട്, പക്ഷേ ഈ പറയുന്ന തദല്ലുലോ വിനയമോ താഴ്മയൊന്നും കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിലും അതെന്ത് ചെയ്യുന്നില്ല? ആരാധനയുടെ ലെവലിലേക്ക് എത്തുന്നില്ല. അപ്പോൾ ഈ പറയുന്ന സ്നേഹത്തിൻ്റെ കുറേ തട്ടുകളുണ്ട്. അതിലേറ്റവും പ്രാരംഭമായ തട്ടെന്താ? അത് അലാഖത്ത്, ഒരു വസ്തുവിനോടൊരു ബന്ധം സ്ഥാപിക്കലാണ്. അതുമായിട്ട് ഹൃദയത്തെ ഒന്ന് കൂട്ടി ഇണക്ക് ഒരു കെട്ടിയിട്ട് വയ്ക്കലാണ്. അതിനെക്കുറിച്ച് ഇമാം അവറുകൾ പറയുകയാണ്, ഖാൽ, അതായത് ഈ അലാഖത്തുമായി ബന്ധപ്പെട്ടിട്ട് സ്നേഹത്തിൻ്റെ ആദ്യപടിയാണ് അലാഖത്ത്. ഒരു വസ്തുവിനോട് എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കപ്പെട്ടാലുള്ള അവസ്ഥയാണ് വിശദീകരിക്കുന്നത്. വഉല്യഖ്തു ലൈല വഹിയ ദാതു ദവാഇബി വലം യബ്ദു ലിൽ അത്റാബി മിൻ സദിഹ ഹജ്മു. അതായത് ജാഹിലിയ കാലത്ത് ലൈലയുമായി ബന്ധപ്പെട്ടിട്ട്, ലൈല മജ്നൂനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കവിതയാണ്. അപ്പോൾ ലൈലയുമായിട്ട് എങ്ങനെയാണ് ബന്ധം സ്ഥാപിക്കുന്നതെന്ന് പറയാണ്. ഞാൻ ലൈലയുമായിട്ട് എന്ത് ചെയ്തു? അലാഖത്തലായി. അതായത് ഈ പറയുന്ന ഒരു ബന്ധം സ്ഥാപിക്കപ്പെട്ടു, എൻ്റെ ഹൃദയത്തിൽ അവരുമായിട്ടൊരു കെട്ടുണ്ടായി. അവളാകട്ടെ ധാരാളം മുടികളുള്ള ഒരു സ്ത്രീയാണ്, ധാരാളം നീണ്ട മുടിയുള്ള സ്ത്രീയാണ്. വേറെ ചില ഇതിൽ ശരീരത്തിന് നല്ല ആകാരമുള്ള സ്ത്രീയാണ്. വലം യബ്ദുലിൽ അത്റാബി മിൻ സദിഹ ഹജ്മു. അവളുടെ സമപ്രായക്കാരായ മറ്റ് സ്ത്രീകൾക്കൊന്നും അവളുടെ മാറിടം പോലുള്ള വലുപ്പത്തിലുള്ള മാറിടങ്ങളൊന്നുമില്ല. അപ്പം അത് ഇവൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ബന്ധം സ്ഥാപിക്കാനുള്ള കാരണമായിരിക്കുകയാണ്. ഇതാണ് തുടക്കം എന്ന് പറയാണ്. സ്നേഹമുണ്ടാകാനുള്ള ഒരു തുടക്കം ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കലാണ്. വഖാലൽ ആഖിർ, വേറൊരാൾ പറയുകയാണ്, വേറൊരു കവി, ഈ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന നിഷിദ്ധമായ ബന്ധങ്ങളുടെ രോഗം ബാധിച്ചിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആ അലാഖത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത് പറയണത്. അലാഖത്തുൻ ഉമ്മൽ വലീദി ബഅദമ അഫ്നാനു റഅസിക കസിഗാമിൽ മുഖ്ലിസി. അതായത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ തലയെല്ലാം നിരച്ച് തലയുടെ മുൻഭാഗം വരെയും എന്ത് ചെയ്തിരിക്കുന്നു? അത് കസിഗാമിൽ മുഖ്ലിസി എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ചില വൃക്ഷങ്ങൾ അതിങ്ങനെ എന്ത് ചെയ്യുന്നു? ഉണങ്ങി അത് നല്ല വെളുത്ത നിറത്തിലുള്ളതായ വൃക്ഷമായി മാറും ഉണങ്ങിയിട്ട്. അങ്ങനെയുള്ള ആ വൃക്ഷത്തെ പോലെ ആയിട്ടുണ്ട് അവൻ്റെ മൂർധാവ് വരെയും നരച്ചിട്ട് ആ അവസ്ഥയിലെത്തി. എന്നിട്ടും നീ ഇപ്പോഴും എന്ത് ചെയ്യാണ്? ഉമ്മുൽ വലീദുമായിട്ട് ഇങ്ങനെ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണോ? ആ ബന്ധം വിട്ടുപോകുന്നില്ലേ? അതായത് മരിക്കാറായി, എന്നാലും എന്ത് ചെയ്യാണ്? ആ ബന്ധത്തിൻ്റെ കാഠിന്യത്തെ സംബന്ധിച്ച് പറയണതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ
സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ പടി അതാണ്. അതിനുശേഷം ഇമാമുകൾ പറഞ്ഞു സുമ്മ ബഅദഹ അസ്വബാബ, അതിനുശേഷം പിന്നീട് ഉണ്ടാകുന്ന അസ്വബാബത്താണ്. വസുമ്മിയത്ത് ബിദാലിക ലിൻസിബാബിൽ ഖൽബി ഇലൽ മഹബൂബ്, അതിന് ഈ സ്വബാബത്ത് എന്ന് പറയാൻ കാരണം ഹൃദയം എന്ത് ചെയ്യും, ഈ മഹബൂബിലേക്ക് അങ്ങനെ മറിഞ്ഞു വീഴലാണ്. അപ്പോൾ സ്നേഹിക്കപ്പെടുന്നവണ്ണിലേക്ക് എന്ത് ചെയ്യുക, അങ്ങോട്ട് മുറിഞ്ഞു വീഴുക, ആ ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ച് ഒരു കവി പാടിയത് കാണാം. തശക്കൽ മുഹിബ്ബൂന സ്വബാബ തലൈതനി തഹമ്മൽതു മാ യൽഖൗന മിൻ ബൈനിഹിം വഹദി. മുഹിബ്ബീങ്ങൾ, ഈ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾ, അവർ പരാതി പറയുകയാണ്. അവർ നേരിടുന്ന ഈ പറയുന്ന അതിൻ്റെ വേദനയെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടാകുന്ന ചില വേദനകളുണ്ട്. പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ പേറുന്ന ചില വേദനകളുണ്ട്. അവരിങ്ങനെ ആ വേദനയെ സംബന്ധിച്ച് പരാതി പറയുകയാണ്. അവരെല്ലാം അനുഭവിക്കുന്ന ആ വേദന എനിക്ക് സ്വന്തമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്നയാൾ പറയാണ്. അപ്പോൾ ഇതിലേക്ക്, അതിൻ്റെ ആഴത്തിലേക്ക് പോയിരിക്കുന്ന ആളുകൾക്ക് ഈ വേദന ചിലപ്പോൾ ഒരു സുഖമായിട്ട് തോന്നും. അതുകൊണ്ട് ആ വേദന മുഴുവനും ഞാൻ മാത്രം അനുഭവിച്ചിരുന്നെങ്കിൽ ഫകാനത്തിൽ ഖൽബി ലദ്ദത്തുൽ ഹുബ്ബി കുല്ലുഹ, അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ലദ്ദത്ത് മുഴുവനും എൻ്റെ ഹൃദയത്തിന് എന്ത് ചെയ്യും, ലഭിക്കും. ഫലം യൽഖഹ ഖബ്ലി മുഹിബ്ബുൻ വലാ ബഅദി, ഒരു മുഹിബ്ബും അതിനു മുമ്പോ ശേഷമോ കണ്ടെത്താത്തതായ രീതിയിലുള്ളതായ ആ സുഖം എനിക്ക് കിട്ടുമല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് ഈ വസ്തുവിനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ സ്നേഹിച്ചിട്ട് അതിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് പോവുകയും അതിൽ ഭ്രാന്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സൂചിപ്പിക്കുക. അതിനാണ് ഈ സ്വബാബത്ത് എന്ന് പറയുന്നത്. അതിലേക്ക് എന്ത് ചെയ്യുക, മറിഞ്ഞു വീഴുക. അതിനുശേഷം പിന്നെ അടുത്ത പടി സുമ്മൽ ഖറാം, അൽ ഖറാം എന്നതാണ്. വഹുവ ലുസൂമുൽ ഹുബ്ബി ലിൽ ഖൽബി ലുസൂമൻ ലാ യൻഫക്കു അൻ, ഹൃദയത്തിലേക്ക് ഈ സ്നേഹം എന്ത് ചെയ്യലാണ്, ലുസൂമാകൽ, അത് അനിവാര്യമായി തീരലാണ്. അത് ഒരിക്കലും മുറിഞ്ഞു വീഴാത്ത രീതിയിൽ, വിട്ടുപോകാത്ത രീതിയിൽ ആ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യുക, അത് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഖറാം എന്ന് പറഞ്ഞാൽ. ഒമിൻ ഹുസുമ്മിയൽ ഗരീമു ഗരീമൻ, ഈ അതിൽ നിന്നാണ് കടം കൊണ്ട് വലയുന്ന ആളുകളെ ഗരീം എന്ന് പറയുന്നത്. കാരണം ലി മുലാസമത്തിഹി സാഹിബഹു, അവൻ്റെ കടം കൊടുത്ത ആൾ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അവനെ വിട്ടുകളഞ്ഞേക്കൂല. അപ്പോൾ അവൻ ഈ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം കടം കൊടുത്തയാളും ഇവരുമായിട്ടുള്ള ബന്ധം വേർപെടി, കൊടുത്തു വിട്ടിയാൽ എന്ത് ചെയ്യുള്ളൂ, തീരുള്ളൂ, അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഗരീം എന്ന് പറയുന്നത്. വമിൻഹു ഖൗലുഹു തആല, അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ വാക്യം, ഇന്ന അദാബഹ കാന ഖറാമ, നരകത്തിൻ്റെ ശിക്ഷ അത് ഖറാമയാണെന്ന് പറഞ്ഞാൽ അത് വിട്ടുപോകാത്തതാണ്. കാലാകാലം അവനെ പിടികൂടി അവനെ തന്നെ നിലനിൽക്കുന്നതാണ് നരകത്തിൻ്റെ ശിക്ഷ എന്ന് ഖറാം എന്ന് പറയാൻ കാരണം അതാണ്. വഖദ് ഊലിഅൽ മുതഅഖിറൂന ബിസ്തിഅമാലി ഹാദൽ ലഫ്ള് ഫിൽ ഹുബ്ബി, പിൽക്കാലത്ത് വന്നിരിക്കുന്ന ഭാഷാ പണ്ഡിതരാണ് ഈ പറയുന്ന ഖറാം എന്നുള്ളതിനെ കൂടുതൽ പതിവാക്കി ഉപയോഗിക്കുന്നത്. വഖല്ല അൻ തജിദഹു ഫി അശ്ആരിൽ അറബി, പഴയ കാലഘട്ടത്തിലുള്ള കവിതകളിലൊന്നും ഈ പദം എന്ത് ചെയ്യുന്നില്ല, കണ്ടുവരുന്നില്ല, ഈ ഖറാം എന്നുള്ളതായ അവസ്ഥ. അപ്പോൾ അത് സ്നേഹത്തിൻ്റെ ഒരു രൂപമാണ്, അതായത് വിട്ടുപോകാത്തതായ രീതിയിൽ മനസ്സിനെ കുടുക്കിയിടുന്നതായ ഒരു കാര്യം. അതിനുശേഷം സുമ്മൽ ഇഷ്കു, പിന്നീട് സ്നേഹത്തിൻ്റെ അടുത്ത പദവി ഇഷ്കാണ്. വഹുവ ഇഫറാത്തുൽ മഹബ്ബ, മഹബ്ബത്ത് അതിരിവിടുന്നതിനാണ്, സ്നേഹം അതിരിവിടുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഇഷ്ക് എന്ന് പറയുന്നത്. അതായത് അതിൽ മ്ലേച്ഛമായ പല കാര്യങ്ങളും കടന്നു വരുന്നു, അങ്ങനെ അതിരിവിട്ട രീതിയിലേക്ക് പോകുന്നതിനാണ് ഇഷ്ക് എന്ന് പറയുന്നത്. വലിഹാദാ ലാ യൂസഫു ബിഹി റബ്ബു തബാറക വതആല, അതുകൊണ്ട് തന്നെ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾക്ക് ഇഷ്ക് ഉണ്ട്, അല്ലെങ്കിൽ അള്ളാഹു ഒരാൾ ഇഷ്ക് ചെയ്യുന്നു എന്നെന്ത് ചെയ്യൂല, പറയൂല. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു യുഹിബ്ബുഹും വ യുഹിബ്ബൂന, അള്ളാഹു അവരെ സ്നേഹിക്കുന്നു, ഹുബ്ബ് ചെയ്യുന്നു, അവർ അള്ളാഹുവിനെ, അങ്ങനെ പറയുള്ളൂ. ഈ പറയുന്ന ഇഷ്ക് എന്നുള്ള പദം ആരിലേക്ക് ചേർക്കാൻ പറ്റൂല, അള്ളാഹുവിലേക്കോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കൊന്നും ചേർക്കാൻ പറ്റൂല. കാരണം അത് സ്നേഹത്തിൻ്റെ മ്ലേച്ഛമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അതിരുവിട്ട ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വലാ യുത്ലഖു ഫി ഹക്കിഹി, അള്ളാഹുവിൻ്റെ ഹക്കിൽ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറയാൻ പറ്റില്ല, ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നൊരു പദമല്ല ഇഷ്ക് എന്നുള്ളത്. അത് ഈ സ്നേഹം വർദ്ധിച്ച് ഈ പറയുന്ന അലാഖത്തുണ്ടായി, സ്വഭാവത്തുണ്ടായി, ഖറാമുണ്ടായി, പിന്നെ എന്ത് ചെയ്യുന്നു, അത് മ്ലേച്ഛമായ പല വൃത്തികളിലേക്ക് കടക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഇഷ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്, പല ആളുകളും ചിലപ്പോൾ പല പേരുകളിടും, ആഷിഖുർ റഹ്മാൻ അല്ലെങ്കിൽ ആഷിഖുർ റസൂൽ എന്നുള്ള പേരുകളെല്ലാം എന്ത് ചെയ്യലുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ റബീഉൽ അവ്വലിനൊക്കെ ചില സ്ഥലങ്ങൾ കാണും ഇഷ്ക് റസൂൽ എന്നൊക്കെ പറഞ്ഞിട്ട് ചില
പ്രോഗ്രാമുകൾ കാണുന്നുണ്ട്. ഇത് വളരെ മോശപ്പെട്ട പദമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ അള്ളാഹുവിനോടോ ഉപയോഗിക്കാൻ പറ്റാത്തൊരു പദമാണത്. അതിൻ്റെ അർത്ഥം സ്നേഹമെന്നുള്ളതല്ല. സ്നേഹത്തിനപ്പുറത്ത് വളരെ മ്ലേച്ഛമായ ചില കൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിന് പറയുന്ന പ്രയോഗമാണത്. അതുകൊണ്ടത് അള്ളാഹുവിലേക്കോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കോ ഒന്നും ചേർത്ത് പറയാൻ പറ്റാത്ത ഒരു പദമാണത്. പല ആളുകളും പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റിദ്ധാരണകൾ കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് അങ്ങനെയുള്ള പേരുകൾ വരെയും സ്വീകരിക്കുന്നത് കാണാൻ സാധിക്കും. അത് പാടില്ലാത്തതാണ്. അതിനുമപ്പുറത്ത് സുമ്മ ഷൗഖു, പിന്നെ ഉള്ളത് അഷൗഖാണ്. ഷൗഖ് എന്ന് പറഞ്ഞാൽ വഹുവ സഫറുൽ ഖൽബി ഇലൽ മഹബൂബി, സ്നേഹിതനിലേക്ക് ഹൃദയത്തിന്റെ സഞ്ചാരത്തിനാണ് എന്ന് പറയുന്നത് ഷൗഖ് എന്ന് പറയുന്നത്. എങ്ങനെയുള്ള സഞ്ചാരമാണ്? അഹസ്സ സഫർ, വളരെ വേഗതയിൽ മഹബൂബിലേക്ക്, സ്നേഹിക്കപ്പെടുന്നവനിലേക്ക് ഹൃദയം സഞ്ചരിക്കുന്നു. ഈ സഞ്ചാരത്തിനാണ് ഷൗഖ് എന്ന് പറയുക. വഖദ് ജാഅ ഇത്ലാഖുഹു ഫി ഹഖ്ഖി റബ്ബി തആല, അല്ലാഹു തആലയുമായിട്ടുള്ള സ്നേഹബന്ധത്തെ സംബന്ധിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പദം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കമാ ഫി മുസ്നദിൽ ഇമാം അഹ്മദ അൻ അമ്മാർ ഇബ്നു യാസിർ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇമാം അഹ്മദ് ഇപ്രകാരം ഉദ്ധരിക്കുന്നത് കാണാം. അന്നഹു സ്വല്ലാ സ്വലാത്തൻ ഫഔജസ ഫീഹാ ഫഖീല ലഹു ഫി ദാലിക, ഒരിക്കൽ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു നമസ്കാരം നിസ്കരിച്ചു. വളരെ ചുരുങ്ങിയാണ് നമസ്കരിച്ചത്. അങ്ങനെ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമാ ഇന്നി ദഅഉതു ഫീഹാ ബിദഅവാതിൻ, ഞാൻ ആ നമസ്കാരത്തിൽ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ഉ ബിഹിൻ, നബിയും നമസ്കാരത്തിൽ ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് സലാം വീട്ടുന്നതിന് മുമ്പ്, തശഹൂദിന് ശേഷം, സ്വലാത്തിലെല്ലാം ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത്. ഏതാണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഇൽമികൽ ഗൈബ്, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ ഗൈബിയായ അദൃശ്യ ജ്ഞാനത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഖുദ്റതിക അലൽ ഖൽഖ്, സൃഷ്ടികളുടെ മേലുള്ള നിന്റെ അപാരമായ കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുന്നു. അഹ്യിനി ഇദാ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, എന്നെ നീ, എനിക്ക് ജീവിതം ഖൈറായ കാലത്തോളം നീ എന്നെ ജീവിപ്പിക്കണമേ. വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറൻ ലി, എപ്പോഴാണോ മരണം എനിക്ക് ഖൈറായി തീരുന്നത് അപ്പോൾ മരിപ്പിക്കണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശിയതക, അല്ലാഹുവേ നിന്നോടുള്ള ഖശിയത്ത്, ഭയം ഞാൻ നിന്നോട് ചോദിക്കുക, നിന്നെ പേടിക്കാനുള്ള തൗഫീക്ക് എനിക്ക് വേണം. ഫിൽ ഗൈബി വശഹാദ, അത് പരസ്യമായ ജീവിതത്തിലും രഹസ്യമായ ജീവിതത്തിലും. വഅസ്അലുക കലിമതൽ ഹഖ് ഫിൽ ഗദബി വൽറിദ, കോപം വരുമ്പോഴും സംതൃപ്തമായ അവസ്ഥയിലുമെല്ലാം എന്തു വേണം? ഹക്കായ വാക്യം പറയാനുള്ള തൗഫീക്ക്, സത്യം പറയണം, ഹക്ക് പറയണം. അത് ചിലപ്പോൾ കോപമുള്ള സമയത്താണെങ്കിലും, അതല്ല റിളയുള്ള തൃപ്തികരമായ മനസ്സിന് സമാധാനമുള്ള സമയത്താണ്, ഏതവസ്ഥയിലും സത്യം മാത്രം പറയാനുള്ള തൗഫീക്ക് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുകൽ ഖസ്ദ ഫിൽ ഫഖ്രി വൽ ഗിന, ദാരിദ്ര്യത്തിലും ധന്യതയിലും ഞാൻ നിന്നോട് മിതത്വം ചോദിക്കുന്നു. മിതമായിട്ട് ചെലവഴിക്കുക, അതൊരു സൗഭാഗ്യമാണ്. ദാരിദ്ര്യമുള്ള അവസ്ഥയിലും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ധന്യതയുള്ള സമയത്തും മിതത്വത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക നഈമൻ ലാ യൻഫദു, ഒരിക്കലും തീർന്നു പോകാത്തതായ അനുഗ്രഹം അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു. വഅസ്അലുക ഖുർറത ഐനിൻ ലാ തൻഖതി, മുറിഞ്ഞു പോകാത്തതായ സന്തോഷം, അത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅസ്അലുക ബർദൽ ഐഷി ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ തണുപ്പ്, സുഖം, അല്ലെങ്കിൽ അദാബില്ലാത്ത അവസ്ഥ, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. മരണത്തിന് ശേഷം എനിക്കെന്ത് വേണം? എൻ്റെ ജീവിതത്തിൽ തണുപ്പ് വേണമെന്ന് പറഞ്ഞാൽ ചില ഹദീസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മരണപ്പെട്ടു പോയ, കടം കൊണ്ട് പ്രയാസപ്പെട്ട് മരണപ്പെട്ടു പോയ ഒരു സഹാബിയുടെ കടം വീട്ടി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ശരീരത്തിന് തണുപ്പ് കിട്ടി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മരണത്തിന് ശേഷം ശിക്ഷ അനുഭവിക്കും. ആ ശിക്ഷയിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്, സുഖകരമായ അവസ്ഥക്കാണ് പറയുന്നത്. വഅസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്, നിന്റെ വജ്ഹിലേക്ക് നോക്കുന്നതിന്റെ സുഖം, ലദ്ദത്ത്, അതാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും ഉന്നതമായതെന്നാണ്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് വരെയും അവിടെ ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനം എന്താണ്? അള്ളാഹുവിൻ്റെ വജ്ഹിലേക്കുള്ള നോട്ടമാണ്. അതിൻ്റെ ലദ്ദത്ത് അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅസ്അലുക ഷൗഖ ഇലാ ലിഖാഇക്,
നിന്നെ കണ്ടുമുട്ടാനുള്ളതായ ഷൗക്ക് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതാണ് നമ്മുടെ ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട തെളിവ്. ഷൗക്ക്, നിന്നെ കണ്ടുമുട്ടാനുള്ള ഷൗക്ക്. അപ്പൊ അള്ളാഹുവിലേക്കുള്ള ഹൃദയത്തിന്റെ അതിവേഗത്തിലുള്ള സഞ്ചാരത്തിനാണ് എന്തെന്ന് പറയണത്? ഷൗക്ക് എന്ന് പറയണത്. അപ്പൊ അവനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടുള്ള അതിവേഗത്തിലുള്ള സഞ്ചാരം, ആ ഷൗക്ക്, അതിനുള്ള ആഗ്രഹം, ആ സ്നേഹം, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഫി ഗൈരി ദർറാഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ മുദില്ല, ഒരു പ്രയാസവും കൂടാതെ, ഒരു ഫിത്നയിലും അകപ്പെടാതെ. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ. അല്ലാഹുവേ, ഈമാൻ കൊണ്ട് നീ ഞങ്ങളെ എന്ത് ചെയ്യണമേ? അലങ്കരിക്കണമേ. ഈമാനിന്റെ അലങ്കാരം കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. അതുപോലെ നീ ഞങ്ങളെ സന്മാർഗം സിദ്ധിച്ചവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് പ്രാർത്ഥിക്കുന്നത് നമസ്കാരത്തിലായിരുന്നു എന്നാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത് കാണാം, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളതായ ആ ഷൗക്ക്, ഇതിന് നമസ്കാരവുമായി ബന്ധമുണ്ടെന്നാണ്. ആരാണോ ചിട്ടയായി നമസ്കരിക്കുന്നത് അവന് ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണെന്ത്? ഈ പറയുന്ന ഷൗക്ക്. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളതായ സൗഭാഗ്യവും അവന് ലഭിക്കുന്നതാണ് എന്ന് ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും. കാരണം ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ 14-ാം രാവിന് ചന്ദ്രൻ പൂർണ്ണമായി നിൽക്കുന്ന അവസ്ഥയിൽ അതിനെ ചൂണ്ടിക്കാട്ടി സ്വഹാബത്തിനോട് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദാ. ഇതിനെ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിനെ കാണാം, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലാ തുദാമൂന ഫീ റുയതിഹി. ഇതിനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പ്രത്യേകം പരസ്പരം അങ്ങോട്ടും തല്ലുകൂടേണ്ടതോ അല്ലെങ്കിൽ തിക്കിഞ്ഞിരക്കേണ്ടതൊന്നും ആവശ്യമില്ല. വളരെ പ്രകടമായിട്ട് കാണാം, പ്രയാസങ്ങളൊന്നുമില്ലാതെ എന്ത് ചെയ്യാം? കാണാം. അതേപോലെ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ റബ്ബിനെ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ഇസ്തതഅതും അല്ലാ തുഗ്ലബു അലാ സ്വലാത്തിൻ ഖബല തുലൂഇ ശംസി വഖബല ഗുറൂബിഹാ. അതുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള നമസ്കാരം, സൂര്യൻ അസ്തമിക്കുന്നതിനുള്ള മുമ്പുള്ള നമസ്കാരം, അതായത് സുബഹും അസ്റും, ഇത് രണ്ടിലും നിങ്ങൾ അശ്രദ്ധയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫഫഅലു, നിങ്ങൾ അങ്ങനെ ചെയ്തോ. അത് രണ്ടിനെയും നിങ്ങൾ മുറുകെ പിടിച്ചോ. നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 നമസ്കാരമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കൃത്യതയോടെ ഒരാൾക്ക് നമസ്കരിക്കാൻ സാധിച്ചാൽ മറ്റുള്ള നമസ്കാരവും, കാരണം ഇത് രണ്ടുമാണ് കുറിച്ച് പ്രയാസം, ഇത് കൃത്യമായ ബാക്കിയുള്ളതും കൃത്യമാവും. അപ്പോൾ നമസ്കാരം ചിട്ടയുള്ളതായി തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ റബ്ബിനെ കണ്ടുമുട്ടാൻ പറ്റും. അതിനുള്ള ഷൗക്ക് നിങ്ങൾക്ക് ലഭിക്കും എന്നതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത്. അതേപോലെ തന്നെ ഖുർആനിലും കാണാം, വവുജൂഹു യൗമഇദിൻ നാദിറ. അന്നേ ദിവസം ചില ആളുകളുടെ മുഖം പ്രകാശിതമായിരിക്കും. ഇലാ റബ്ബിഹ നാദിറ, അതിൻ്റെ റബ്ബിങ്കലേക്ക് നോക്കുന്നവരായിക്കൊണ്ട്. അതുപോലെ വവുജൂഹു യൗമഇദിൻ ബാസിറ, ചില മുഖങ്ങൾ അന്ന് മ്ലാനമായിരിക്കും, ഇരുൾ നിറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ചില ആയത്തുകൾക്ക് ശേഷം പറയുന്നുണ്ട്, അതിന് കാരണം ഫലാ സ്വദ്ദഖ വലാ സ്വല്ല, അവരെന്ത് ചെയ്തിട്ടില്ല? അള്ളാഹുവിനെ സത്യപ്പെടുത്താത്തവരാണ്, നമസ്കരിക്കാത്തവരാണ്. അപ്പോൾ നമസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റൂല? ആ രീതിയിൽ കണ്ടുമുട്ടാൻ സാധിക്കൂല, അതിനുള്ള ഷൗക്ക് അവനക്കുണ്ടാവുകയില്ല. അപ്പം നമസ്കാരവും അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഈ ഷൗക്കും അതും തമ്മിൽ വലിയ ബന്ധമുണ്ട് എന്ന് ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറയുന്നത് കാണാം. വഫി അഥറിൻ ആഖർ, മറ്റൊരു അഥറിൽ കാണാം, ത്വാല ഷൗഖുൽ അബ്റാരി ഇലാ ലിഖാഇ. നല്ല നല്ല ആളുകളുടെ, അബ്റാറുകളായ സച്ചരിതരായ ആളുകൾ എന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഷൗക്ക്, അവരുടെ ഈ പറയുന്ന പ്രയാണം, അവരുടെ ആഗ്രഹം അതിങ്ങനെ നീണ്ടുപോയിരിക്കുകയാണ്. വഅന ഇലാ ലിഖാഇഹിം അശദ്ദു ഷൗഖ, ഞാനാകട്ടെ അവരെ കണ്ടുമുട്ടാൻ അതിനേക്കാളും ഷൗക്കുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. വഹാദാ ഹുവൽ മഅന അല്ലദീ അബ്ബറ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലി. ഇതിനെ സംബന്ധിച്ച് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അഹബ്ബല്ലാഹു ലിഖാ, അവനെ കണ്ടുമുട്ടുന്നതിൽ അള്ളാഹും ഇഷ്ടമുള്ളവനായിരിക്കും. അപ്പോൾ ഇത് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു സിഫത്താണ്, ഗുണമാണ്. അവൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവൻ്റെ ഹൃദയം എന്ത് ചെയ്തോളും? സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. വഖാല ബഅദു അഹ്ലിൽ ബസായിരി ഫീ ഖൗലിഹി തആല, ചില ബസീറത്തുള്ള ആളുകൾ പറഞ്ഞത് കാണാം അള്ളാഹുവിൻ്റെ ഈ വാക്യത്തെ സംബന്ധിച്ച്. എന്താണ് വാക്യം? മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫഇന്ന അജലല്ലാഹി ലആതിൻ. ആരാണോ അള്ളാഹുവിൻ്റെ ലിഖാഇനെ ആഗ്രഹിക്കുന്നവൻ, ഫഇന്ന അജലല്ലാഹി ലആതിൻ,
നിശ്ചയമായും അള്ളാഹുവിൻ്റെ അജൽ ഇതാ എത്തുന്നതാണ്, എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഉടനെ തന്നെ എത്തുന്നുള്ള അർത്ഥം. ഇതിനെക്കുറിച്ച് പറയണത് ലമ്മ അലിമ സുബ്ഹാനഹു ഷിദ്ദത ഷൗഖി ഔലിയാഇ ഇലാ ലിഖാഇ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഷൗക്ക്, അവനെ കണ്ടുമുട്ടാനുള്ളതായ ആഗ്രഹം അതികഠിനമായി എന്ന് അള്ളാഹു അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വ അന്ന ഖുലൂബഹും ലാ തഹ്തദി ദൂന ലിഖാഇഹി, അവനെ കണ്ടുമുട്ടാതെ അവരുടെ ഹൃദയത്തിന് എന്തുണ്ടാവില്ല, സുഖം ലഭിക്കൂല എന്ന് അള്ളാഹു അറിഞ്ഞപ്പോൾ വറബ ലഹും അജലൻ വ മൗഇദൻ ലിലിഖാഇഹി, അള്ളാഹു അവരുടെ അജൽ നിശ്ചയിച്ചു, അവരുടെ അവധി എന്ത് ചെയ്തു? നിശ്ചയിച്ചു. അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള സമയം അള്ളാഹു കുറിച്ചു വെച്ചു. വതസ്കുനു നുഫൂസുഹും ബിഹി, അങ്ങനെ അവരുടെ മനസ്സുകൾ അതിലെന്ത് ചെയ്യാണ്? സമാധാനമടഞ്ഞിരിക്കുകയാണ് എന്നാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇമാം അവർ പറയുന്നു വ അത്വയബുൽ ഐഷി, ജീവിതത്തിൽ ഏറ്റവും ശുദ്ധമായ പരിശുദ്ധമായ ജീവിതം, വ അലദ്ദുഹു, ഏറ്റവും രസകരമായത്, അലൽ ഇത്ലാഖ് നിരുപാധികം പറയട്ടെ, ജീവിതത്തിൽ ഏറ്റവും രസകരമായ സംശുദ്ധമായ ജീവിതം ഐഷുൽ മുഹിബ്ബീൻ, ഇങ്ങനെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ജീവിതമാണ്. അൽ മുസ്താഖീൻ, അള്ളാഹുവിനോട് ഈ ഷൗക്ക് വച്ച് പുലർത്തുന്നവരുടെ ജീവിതമാണ്. അൽ മുസ്തഅനിസീൻ, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ സന്തോഷമുള്ള ആളുകളുടെ ജീവിതമാണ് ഏറ്റവും സംശുദ്ധമായ രസകരമായ ജീവിതം. ഫഹയാതുഹും ഹിയൽ ഹയാതു ത്വയ്യിബത്തുൽ ഹഖീഖിയ്യ, അവരുടെ ജീവിതമാണ് യഥാർത്ഥത്തിലുള്ളതായ ത്വയ്യിബത്തായ ജീവിതം അവരുടേതാണ്, ഏറ്റവും നല്ല ജീവിതം അവരുടേതാണ്. വലാ ഹയാത ലിൽ ഖൽബി അത്വയ്യബ വലാ അൻഅമ വലാ അഗ്ന മിൻഹ, ഹൃദയത്തിന് ഇതിനേക്കാൾ ശുദ്ധമായ അനുഗ്രഹീതമായ സമാധാനം നിറഞ്ഞ മറ്റൊരു ജീവിതമില്ല. ഇങ്ങനെ അള്ളാഹുവിനെ സ്നേഹിച്ച് ഷൗക്കോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിനേക്കാൾ സമാധാനമേകുന്ന വേറൊരു കാര്യം എന്തില്ല? ഹൃദയത്തിനില്ല. വഹിയൽ ഹയാത്തു ത്വയ്യിബത്തു ഫീ ഖൗലിഹി തആല, ഈ ത്വയ്യിബത്തായ ഹയാത്തിനെ സംബന്ധിച്ചാണ് അള്ളാഹു അവൻ്റെ ഖുർആനിൽ പറഞ്ഞത് മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, വഹുവ മുഅ്മിനുൻ, ഈമാനോടുകൂടി, ഫലനുഹയ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവനെ നാം എന്ത് ചെയ്യും? അവന് ഏറ്റവും സംശുദ്ധമായ നല്ല ജീവിതം അള്ളാഹു കൊടുക്കും, അള്ളാഹു വാക്ക് നൽകുകയാണ്. ഇത് ഏതാണ് ഈ ഏറ്റവും നല്ല ജീവിതം? വലൈസൽ മുറാദു മിൻഹ അൽ ഹയാത്തൽ മുഷ്തറകത ബൈനൽ മുഅ്മിനീന വൽ കുഫാർ, ഈ നല്ല ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മുഅ്മിനീങ്ങൾക്കും കുഫാറുകൾക്കും ലഭിക്കുന്ന നല്ല ജീവിതത്തെക്കുറിച്ചല്ല പറയുന്നത്. വൽ അബ്റാരി വൽ ഫുജാർ, നല്ല ആളുകൾക്കും മോശപ്പെട്ട ആളുകൾക്കും ഒരുപോലെ കിട്ടുന്ന സന്തോഷകരമായ ജീവിതത്തെക്കുറിച്ചല്ല അത് പറയുന്നത്. വമിൻ തീബിൽ മഅ്കലി വൽ മൽബസി വൽ മശ്റബി വൽ മൻകഹ്, നല്ല നല്ല വിഭവങ്ങൾ, ഭക്ഷണം കഴിക്കാൻ, കുടിക്കാൻ, ധരിക്കാൻ, അതുപോലെ തന്നെ വിവാഹം, ഇതെല്ലാം കാഫിറിനും ചിലപ്പോൾ കിട്ടും, മുഅ്മിനും കിട്ടും, ഫാജിറിനും കിട്ടും, അതുപോലെ തന്നെ നല്ല സ്വാലിഹായ വ്യക്തിക്കും കിട്ടും, മോശപ്പെട്ടവനും കിട്ടും, നല്ല ആളുകൾക്കും കിട്ടും. ഇവർക്കെല്ലാം ഉള്ള ഈ പറയുന്ന ജീവിതത്തിൻ്റെ വിഭവങ്ങളെക്കുറിച്ചാണോ ഈ നല്ല ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. അതിനെക്കുറിച്ചല്ല ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞത്? നല്ല ജീവിതം നൽകും എന്ന് പറഞ്ഞത് അതിനെക്കുറിച്ചല്ല. നല്ല ഭക്ഷണം കൊടുക്കുക, പാനീയം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, താമസ സൗകര്യങ്ങൾ കൊടുക്കുക, നല്ല ഭാര്യമാരെ കൊടുക്കുക, നല്ല എന്ത് ചെയ്യുക, ആസ്വാദികരമായിട്ടുള്ള വിഭവങ്ങൾ, ഇതല്ല അതുകൊണ്ട് ഉദ്ദേശം. പിന്നെന്താണ്? ബൽ റുബമാ സാദ അഅദാഉല്ലാഹി അലാ ഔലിയാഇഹി ഫി ദാലിക അദ്ആഫ മുദാഅഫ, ചിലപ്പോൾ അള്ളാഹുവിന്റെ ശത്രുക്കൾക്കായിരിക്കും ഇതേപോലുള്ള വിഭവങ്ങൾ വിശ്വാസികളെക്കാൾ ഇരട്ടിക്കിരട്ടിയായി ലഭിക്കുക. അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് ഈ പറഞ്ഞ ചിലപ്പോൾ കാര്യങ്ങളൊന്നും ഉണ്ടാവും, ധാരാളം ഉണ്ടാകാം. നല്ല വസ്ത്രങ്ങൾ ഉണ്ടാകാം, ഭക്ഷണം ഉണ്ടാകാം, പാനീയം ഉണ്ടാകാം, താമസ സൗകര്യങ്ങൾ ഉണ്ടാകാം, വിഭവങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതാണ് ഉദ്ദേശം. അല്ല, ഇത് മുഅ്മിനീങ്ങൾക്ക് പ്രത്യേകമായി അള്ളാഹു നൽകുന്ന ഹയാത്തുൻ ത്വയ്യിബയാണ്, നല്ല ജീവിതമാണ്. വഖദ് ളമിന അല്ലാഹു സുബ്ഹാനഹു ലികുല്ലി മൻ അമില സ്വാലിഹൻ അൻ യുഹ്യിയഹു ഹയാത്തുൻ ത്വയ്യിബ, ആരാണോ സൽക്കർമ്മം ചെയ്യുന്നവർ, അങ്ങനെയുള്ള സകല ആളുകൾക്കും അള്ളാഹു ഈ പറയുന്ന നല്ല ജീവിതം നൽകുമെന്ന് അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഉത്തരവാദിത്തമാണ് അത് നൽകുമെന്ന്. ഫഹുവ സാദിഖുൽ വഅദി, വാക്ക് നൽകിയാൽ അത് പാലിക്കുന്നവനാണ് ആര്? അള്ളാഹു. അല്ലദീ ലാ യുഖ്ലിഫു വഅദ, അവന്റെ വാക്കുകൾ അവൻ എന്ത് ചെയ്യൂല, ലംഘിക്കുകയില്ല തന്നെ.
വഅയ്യു ഹയാത്തിൻ അത്യബു മിൻ ഹയാതി മൻ ഇജ്തമഅത് ഹുമൂമുഹു കുല്ലുഹാ വസാറത് ഹമ്മൻ വാഹിദൻ ഫീ മർദാത്തില്ലാഹ്. ഒരാളുടെ ജീവിതത്തേക്കാൾ അത്വയബായ ജീവിതം ഏതാണുള്ളത്? എന്താണ് അവൻ്റെ അവസ്ഥ? അവൻ്റെ ചിന്തകൾ മുഴുവനും ഏകോപിപ്പിച്ചിരിക്കുകയാണ് ഒരൊറ്റ ചിന്തയിൽ. അവനക്കൊറ്റ ചിന്തയേ ഉള്ളൂ. എന്താണത്? അള്ളാഹുവിൻ്റെ തൃപ്തി വേണം, അള്ളാഹുവിൻ്റെ സ്നേഹം വേണം, അവനെ കണ്ടുമുട്ടണം. ഇങ്ങനെ എല്ലാവിധ ചിന്തകളും ഏകോപിപ്പിച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതത്തേക്കാൾ സൗഭാഗ്യകരമായ വേറെ ഏത് ജീവിതമാണുള്ളത്? അപ്പോൾ അതാണെന്ത്? സൗഭാഗ്യം. അതായത് ഈ ത്വയ്യബത്തായ ജീവിതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ ചിന്തകൾ മുഴുവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഏകോപിച്ച് ഒറ്റ ലക്ഷ്യമേ അവനുള്ളൂ. അതെന്താണ്? അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നുള്ളതാണ്. വലം യതശഅബ് ഖൽബുഹു, അവൻ്റെ കൽബ് എന്ത് ചെയ്തിട്ടില്ല? ഇങ്ങനെ ചിന്ന ഭിന്നമായിട്ടില്ല. പല പല ലക്ഷ്യങ്ങളിലേക്ക് അവൻ്റെ ഹൃദയം എന്ത് ചെയ്തിട്ടില്ല? പോയിട്ടില്ല. ബൽ അഖ്ബല അലല്ലാഹ്, അവൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? നേരെ അള്ളാഹുവിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. വജ്തമഅത് ഇറാദതുഹു വഅഫ്കാറുഹു അല്ലതി കാനത് മുഖസ്സിമതൻ ബികുല്ലി വാദിൻ മിൻഹാ ശുഅബ അലല്ലാഹ്. എന്ത് ചെയ്തിരിക്കുകയാണ്? അവൻ്റെ ചിന്തകൾ, ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ ഇതെല്ലാം വ്യത്യസ്ത താഴ്വാരകളിൽ ഇങ്ങനെ ചിന്ന ഭിന്നമായി കിടക്കുകയായിരുന്നു. അതെല്ലാം എന്ത് ചെയ്തു? ഒന്നായിട്ട് അള്ളാഹുവിൻ്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഫസാറ ദിക്റുഹു ബിമഹബൂബിഹിൽ അഅലാ വഹുബ്ബുഹു വശൗഖു ഇലാ ലിഖാഇഹി വൽ ഉൻസു ബിഖുർബിഹി ഹുവൽ മുസ്തൗലി അലൈഹി. അങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? അള്ളാഹുമായി മാറി അവൻ്റെ മഹബൂബ്, അവൻ്റെ സ്നേഹിതൻ, അവൻ്റെ ചിന്ത അത് മാത്രമേ ഉള്ളൂ. അവൻ്റെ ഏറ്റവും ഉന്നതമായ സ്നേഹിതൻ അള്ളാഹു മാത്രമാണ്. അവനെ കണ്ടുമുട്ടാനുള്ളതായ ഷൗഖിലാണ്, അവനുമായിട്ടുള്ള സാമീപ്യത്തിൻ്റെ രസത്തിലാണ് അവനാണ് ഇവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. വഅലൈഹി തദൂറു ഹുമൂമുഹു വഇറാദതുഹു വഖുസൂദുഹു ബികുല്ലി ഖത്റാത്തി ഖൽബി. അവൻ്റെ ഹൃദയത്തിലുള്ള ഓരോ ചലനങ്ങളും ചിന്തകളും അവനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനാണ് ഇവൻ്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ അവൻ ആസ്വദിക്കുന്ന സൗഭാഗ്യം വേറെ ആർക്കാണ് ആസ്വദിക്കാൻ സാധിക്കുക? ഒരു ഹദീസിൽ കാണാം, മൻ ജഅൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ജഅലൽ ഹുമൂമ ഹമ്മൻ വാഹിദൻ, ആരാണോ അവൻ്റെ ചിന്തകളെല്ലാം ഒറ്റ ചിന്തയാക്കിയത്. അതേതാണ്? ഹമ്മൽ മആദ്, ആഖിറത്ത്, മടക്കത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. എവിടേക്കാണ് മടങ്ങിപ്പോകേണ്ടത്, ആരെയാണ് കണ്ടുമുട്ടേണ്ടത് എന്നുള്ള ചിന്തയെ അവൻ്റെ മനസ്സിലുള്ളൂ. ധാരാളം കച്ചവടത്തിൻ്റെ കാര്യം, അതേപോലെ തന്നെ പല പല കാര്യം, ഇതെല്ലാം ചിന്തിക്കാം. പക്ഷെ അവൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഈ ഒറ്റ ചിന്തയുള്ളൂ. പ്രധാനപ്പെട്ട അവൻ്റെ ലക്ഷ്യം അള്ളാഹുവിനെ കണ്ടുമുട്ടല. അങ്ങനെ ആരെങ്കിലും അവൻ്റെ ചിന്തകളെല്ലാം ഏകോപിപ്പിച്ചാൽ കഫാഹുല്ലാഹു ഹമ്മ ദുനിയ, ദുനിയാവിൻ്റെ എല്ലാ ഹമ്മുകളും അള്ളാഹു എന്ത് ചെയ്യും? അവന് പരിഹരിച്ചു കൊടുക്കും. പിന്നെ ഒരു പ്രശ്നമല്ല, അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്യും? അത് മുഖേന അള്ളാഹു പരിഹാരം കാണും. എന്നാൽ വമൻ തശഅബത് ബിഹിൽ ഹുമൂം, ആരുടെ ഹമ്മുകളാണോ വ്യത്യസ്തങ്ങളായി ചിന്നിച്ചിതറുന്നത്, ലം യുബാലില്ലാഹു ഫി അയ്യി ഔദിയതിഹി ഹലക്, അവൻ ഏതെങ്കിലും താഴ്വരയിൽ പോയി ചത്തൊടുങ്ങിയാലും അള്ളാഹു പരിഗണിക്കുകയില്ല. അള്ളാഹുവിനവന് വേണ്ട അർത്ഥം. അപ്പം അവൻ്റെ ലക്ഷ്യങ്ങൾ, അവൻ പല പല കാര്യത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് എന്ത് ചെയ്യൂല? അവൻ്റെ ഒരു പ്രശ്നം കൊണ്ട് തീരുമില്ല. അവനിങ്ങനെ ഓരോ പ്രശ്നത്തിൻ്റെ പിന്നാലെ പോവും. അതിൻ്റെ പിന്നിൽ കുറേ സമ്പത്ത് ചിലവഴിക്കും, സമയം ചിലവഴിക്കും, ആരോഗ്യം ചിലവഴിക്കും. അത് തീർന്നു കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യും? അടുത്ത പ്രശ്നങ്ങൾ വരും. അതിനുവേണ്ടി കുറേ ഓടും, പായും. അതിനുശേഷം വീണ്ടും അടുത്ത പ്രശ്നങ്ങൾ വരും. അവൻ്റെ പ്രശ്നങ്ങളിട്ട് തീരൂല. എന്നാൽ ആരുടെ ഹമ്മുകളാണോ ഒറ്റ ഹമ്മായി മാറുന്നത്, അള്ളാഹുവിനെ കണ്ടുമുട്ടുക, അവൻ്റെ തൃപ്തി നേടുക, ഇത് ആരുടെ മനസ്സിലാണോ ഉള്ളത്, അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും ചെയ്യും അള്ളാഹു സുബ്ഹാനഹു. അപ്പോൾ അവനാണ് രസം കണ്ടെത്താൻ സാധിക്കുക. അതിനാണ് ഹയാത്തുൻ ത്വയ്യിബ എന്നെന്ത് ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ല രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട്. അത് ഈ ഹയാത്തുൻ ത്വയ്യിബയുടെ രണ്ട് ഉദാഹരണങ്ങൾ. ഷെയ്ഖ് പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ആബിദായ മനുഷ്യനെ സന്ദർശിച്ചു. രോഗക്കിടക്കയിലാണ്. അദ്ദേഹത്തിന് പരിചയമുള്ളിടത്തോളം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ധാരാളം ഇബാദത്തുകൾ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. രോഗം കൊണ്ട് വളരെ പ്രയാസത്തിലായി മരണക്കിടക്കയിലാണ്. ഈ സമയത്ത് അദ്ദേഹത്തെ സന്ദർശിച്ചിട്ട് ചോദിച്ചു, കൈഫ അൻത യാ അബാ ഫുലാൻ, എങ്ങനെയുണ്ട് താങ്കൾക്ക്, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നാണ്, വല്ലാഹി ഇന്നി ഫീ നിഅമത്തിൻ മാ അദുന്നു അഹദുൻ ഫിൽ മംലകതി ഫീ മിസ്ലിഹാ.
അള്ളാഹുവാണ് സത്യം, ഞാൻ വലിയ അനുഗ്രഹത്തിലാണ്. നമ്മുടെ ഈ രാജ്യത്ത് എന്നേക്കാൾ കൂടുതൽ അനുഗ്രഹം അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു അനുഗ്രഹം അനുഭവിക്കുന്ന വേറെ ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ രോഗക്കിടക്കയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ പറയാണ്, ഞാൻ ഈ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം വേറെ ആർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത്രയ്ക്കും വലിയ സന്തോഷത്തിലാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴുള്ളത്. അപ്പോൾ മരണക്കിടക്കയിൽ കിടന്നിട്ട് ഒരാൾക്ക് അങ്ങനെ പറയാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതാണെന്ത് ഹയാത്തുൻ ത്വയ്യിബ. ഷേഖ് അവറുകൾ വീണ്ടും പറയുന്നുണ്ട്, അതിനേക്കാൾ ഉത്തമമായൊരു ഉദാഹരണം ഇമാം ഇബ്നു സഅദി റഹിമഹുല്ലയുടെ ചരിത്രം അവിടെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊരു ഗ്രന്ഥമുണ്ട്, വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്, അൽ വസായിലുൽ മുഫീദ ലിൽ ഹയാത്തി സഈദ, സൗഭാഗ്യ ജീവിതത്തിലേക്ക് സഹായകരമാകുന്ന ചില വസീലകൾ, പ്രയോജനകരമായ ചില മാർഗങ്ങൾ പഠിപ്പിക്കുന്ന, സന്തോഷം ലഭിക്കാൻ, ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ വേണ്ടുന്ന ചില മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇമാം ഇബ്നു സഅദി റഹിമഹുല്ലയുടെ. അതിനെ ഉലമാക്കൾ വിശദീകരിച്ചത് മുസ്തഷ്ഫൽ അംറാളിൻ നഫ്സിയ്യ, മാനസിക രോഗങ്ങൾ ബാധിച്ചിരിക്കുന്ന ആളുകളുടെ ഹോസ്പിറ്റലാണെന്ത് ഈ ഗ്രന്ഥം എന്നാണ് ചില ഉലമാക്കൾ ആ ഗ്രന്ഥത്തെ വിശേഷിപ്പിച്ചത്. ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് പറയുകയാണ്, ഇമാം ഇബ്നു സഅദി റഹിമഹുല്ലയുടെ മകൻ അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലയോട് പറഞ്ഞു, ഇത് ഇദ്ദേഹം രചിക്കുന്നത് എപ്പോഴാണ്? മരണക്കിടക്കയിൽ കിടക്കുമ്പോഴാണ്. വളരെ പ്രയാസകരമായ അവസ്ഥയിൽ രോഗം മൂർച്ഛിച്ച് ബെഡ് റെസ്റ്റിലാണ്. ഈ സമയത്താണ് ഇമാം ഇബ്നു സഅദി റഹിമഹുല്ല ഇത് രചിക്കുന്നത്. ഇദ്ദേഹത്തോട് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് വായിക്കാൻ പാടില്ല, എഴുതാൻ പാടില്ല, ഇതുപോലുള്ള ചിന്തകൾക്കൊന്നും ചെയ്യാൻ പാടില്ല, സമയം കൊടുക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ സമയത്താണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതി. ഈ ഗ്രന്ഥം വായിച്ചുകൊണ്ട് ധാരാളം ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ശമനം ലഭിച്ചിട്ടുണ്ടെന്നാണ്. പല പല ആളുകളുടെ പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട്, ജീവിതത്തിൽ സന്തോഷം ലഭിച്ചിട്ടുണ്ട്. ഇത് വായിക്കുന്ന ഒരാൾ വിചാരിക്കും, ഷെയ്ഖ് അവർ പറയാണ്, ഇത് വായിക്കുന്ന ഒരാൾ വിചാരിക്കും ഇത് എഴുതിയയാൾ വലിയ സൗഭാഗ്യങ്ങൾ, വലിയ ആഡംബര ജീവിതം നയിച്ചിരിക്കുന്ന ഒരാൾ ആ സമയത്ത് എഴുതിയതാണെന്ന് എന്ത് ചെയ്യും? ചിലപ്പോൾ വിചാരിക്കും. എന്നാൽ ഇത് എഴുതിയപ്പോഴാണ് രോഗക്കിടക്കയിൽ മരണം സമീപിക്കുന്ന അവസ്ഥയിൽ കടന്നുകൊണ്ട് എഴുതിയതാണ്. അദ്ദേഹം ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കുന്ന ആരെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് പേനയും പേപ്പറും എല്ലാം തലയണയുടെ അടിയിലേക്ക് മാറ്റി വയ്ക്കുമായിരുന്നു. കാരണം എന്ത് ചെയ്യാണ്? വായിക്കാൻ പാടില്ല, എഴുതാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പ്രയാസമാകണ്ട എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ബുക്കും പേപ്പറൊക്കെ എന്ത് ചെയ്യും? എടുത്തു മാറ്റി വയ്ക്കുമായിരുന്നു. അപ്പോൾ അത്രത്തോളം സൗഭാഗ്യം മരണക്കിടക്കയിൽ കിടന്നിട്ട് എന്ത് ചെയ്യാണ്ട് ഒരാൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ആ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ജീവിതത്തിന്റെ സൗഭാഗ്യം എന്താണ്, സന്തോഷം എന്താണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്? എഴുതുകയാണ്. അപ്പം ഇതിന് സാധിക്കണമെങ്കിൽ അതിനാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഹയാത്തുൻ ത്വയ്യിബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എന്തല്ല, ജീവിതത്തിൻ്റെ വിഭവങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ള ഭൗതികമായ ആർഭാടങ്ങളോ ഒരാൾക്ക് ലഭിക്കുന്നതിനെയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ജീവിതം നൽകും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെന്താണ്? ഈ പറയുന്ന രീതിയിൽ ഈമാനിൻ്റെ ശുദ്ധി, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ശുദ്ധിയും എന്ത് ചെയ്യുക? സമന്വയിക്കുക എന്നുള്ളതാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നല്ല ജീവിതം നൽകുമെന്ന് പറഞ്ഞാൽ. ഫഇൻ സക്കത സക്കത ബിൽ, ഈ ഒരു അവസ്ഥയിലായാൽ അവൻ മിണ്ടാതിരുന്നാൽ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? മിണ്ടാതിരിക്കുന്നത്. വഇൻ നതഖ നതഖ ബില്ല, എന്തെങ്കിലും സംസാരിച്ചാൽ അതും അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കും. വഇൻ സമിഅ ഫബിഹി യസ്മഅ, എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനായിരിക്കും അവൻ കേൾക്കുക. വഇൻ അബ്സറ ഫബിഹി യുബ്സിർ, എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനായിരിക്കും അവൻ കാണുക. വബിഹി യബ്തിഷു വബിഹി യംഷി, അള്ളാഹുവിനെ കൊണ്ടാണ് അവൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുക, അള്ളാഹുവിനെ കൊണ്ടാണ് അവൻ നടക്കുക. വബിഹി യസ്കുനു വബിഹി യഹ്യ, അള്ളാഹുവിനെ കൊണ്ടാണ് അവൻ നിശ്ചലമാകുന്നത്, അവനെ കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. വബിഹി യമൂതു, അവനെ കൊണ്ട് തന്നെയാണ്, അവനോടൊപ്പം തന്നെയാണ് എന്ത് ചെയ്യുക? അതായത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവൻ്റെ ജീവിതവും മരണവും. വബിഹി യുബ്അസ്, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും അങ്ങനെ തന്നെ. കമാ ഫി സ്വഹീഹിൽ ബുഖാരി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. ഫീമാ യർവി അൻ റബ്ബിഹി തബാറക വ തആല, അല്ലാഹു തആലയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഖുദ്സിയായ ഒരു ഹദീസിലുള്ളതുപോലെ അല്ലാഹു തആല പറഞ്ഞു, മാ തഖറബ ഇലയ്യ അബ്ദി ബിമിസ്ലി അദാഇ മഫ്തറൽതു അലൈഹി, എൻ്റെ ഒരു അടിമയും എന്നിലേക്ക് അടുക്കുന്നില്ല. എന്തുകൊണ്ടല്ലാതെ ഞാൻ അവനക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ നിന്ന്
ഇതുകൊണ്ട്. അപ്പോൾ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമത് വേണ്ടെന്താണ്? അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം നിർവഹിക്കുക എന്നുള്ളതാണ്. അതിലൂടെ അതുപോലുള്ളതായ ഒന്നുകൊണ്ടല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അടുക്കാൻ പറ്റില്ല. എന്നിട്ടോ വലാ യസാലു അബ്ദി യതഖറബു ഇലൈഹി, പിന്നെയും അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ബിൻ നവാഫിലി, ഫർളുകൾക്കപ്പുറത്ത് സുന്നത്തുകളിലൂടെ, ഹത്ത ഉഹിബ്ബ, അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, അവനെ സ്നേഹിക്കും. ഫഇദാ അഹബബ്തുഹു, ഞാൻ അവനെ സ്നേഹിച്ചാൽ കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബി, അവൻ കേൾക്കുന്ന അവൻ്റെ കേൾവി ഞാനായി മാറും. വബസറഹു അല്ലദീ യുബ്സിറു ബി, അവൻ കാണുന്ന അവൻ്റെ കാഴ്ച എന്തിയായി മാറും, ഞാനായി മാറും. വയദഹു അല്ലതീ യബ്തുഷു ബിഹാ, അവൻ പിടിക്കുന്ന അവൻ്റെ കരങ്ങൾ ഞാനായി മാറും. വരിജിലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന അവൻ്റെ കാലുകൾ ഞാനായി മാറും. ഫബി യസ്മഉ വബി യുബ്സിറു വബി യംശി, എന്നെ കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, കേൾക്കുന്നത്, കാണുന്നത്, നടക്കുന്നത്. വല ഇൻ സഅലനി ലഉതിയന്ന, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അവന് കൊടുക്കുക തന്നെ ചെയ്യും. വല ഇൻ ഇസ്തആദനി ലഉഈദന്ന, അവൻ എന്നോട് രക്ഷ ചോദിച്ചാൽ ഞാൻ അവൻ എന്ത് ചെയ്യും, മോചനം കൊടുക്കും, അഭയം കൊടുക്കും. വമാ, എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വമാ തറദ്ദതു ഫീ ഷൈഇൻ അന ഫാഇലുഹു കതറദ്ദുദി അൻ ഖബ്ളി നഫ്സി അബ്ദി അൽ മുഅ്മിനി യക്റഹുൽ ബുതാ വഅക്റഹു മുസാഅതഹു വലാ ബുദ്ദ ലഹു മിൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വളരെ അത്ഭുതകരമായ ഒരു വാക്യമാണ്. ഞാൻ ഒരു കാര്യം പ്രവർത്തിക്കുന്നതിനെ തൊട്ട് സംശയത്തിലാവുകയില്ല. ഏതുപോലെ മുഅ്മിനായ എൻ്റെ ഒരു അടിമയുടെ റൂഹ് പിടിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുന്നത് പോലെ ആ അടിമ മരിക്കുന്നതിനെ വെറുക്കുന്നു. ഞാനാകട്ടെ അവനോട് പ്രയാസം, അവനെ വേദനിപ്പിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു, വെറുക്കുന്നു. അപ്പോൾ അത്രത്തോളം അബന്ധമാകും എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് സംശയം ഉണ്ടാകുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഉലമാക്കൾ അതിനെ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന് ചേർന്ന സിഫത്തല്ല എന്ത്, അത് മനുഷ്യന്മാർക്കുള്ളതാണ്. ഒരു കാര്യം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്തായി മാറും, അനന്തരഫലം എന്തായി മാറും എന്ന് അറിയാത്ത ആളുകളാണ് എന്ത് ചെയ്യുക, സംശയിക്കുക. അവർക്കാണ് സംശയത്തിൻ്റെ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്ന് വരുമ്പോഴാണ് സംശയമുള്ളൂ. ഇത് അതുകൊണ്ടുള്ള ഇതല്ല. ഇത് മുത്തലക്ക നിലയിൽ അള്ളാഹുവിന് ആ ഒരു രീതിയിൽ ചേർക്കപ്പെടുന്ന ഒരു സിഫത്തല്ല. പിന്നെയോ ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനിനോടുള്ള അവൻ്റെ കാരുണ്യത്തെ വിശേഷിപ്പിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിനറിയാം അവൻ്റെ മസ്ലഹത്ത് എന്താണെന്ന്. പക്ഷേ അവൻ്റെ ആ കാരുണ്യത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ചെയ്താണ് ഇങ്ങനെയുള്ള മുഅ്മിനീങ്ങളോടുള്ള അവൻ്റെ കാരുണ്യത്തിനെ, അവൻ്റെ ദയയെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മുത്തലക്കൻ അള്ളാഹു ഈ ഒരു സംശയം ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ എന്നാൽ അവൻ മുഅ്മിനീങ്ങളോടുള്ള അവൻ്റെ ഈ കാരുണ്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മുഅ്മിൻ എന്ത് ചെയ്യുന്നു, അവൻ സ്നേഹിക്കുന്നു അള്ളാഹുവിനെ. അത് ഈ പറയുന്ന ഷൗക്കിൻ്റെ തലത്തിലേക്ക് എത്തുന്നു. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു, സഞ്ചരിക്കുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, ഈ രീതിയിലാണ്. ഈ ഹദീസിൻ്റെ വളരെ ഗംഭീരമായ വിശദീകരണം ഷെയ്ഖ് അവർ ശേഷം നൽകുന്നുണ്ട്. ഫതളമ്മന ഹാദൽ ഹദീസു ഷരീഫുൽ ഇലാഹി, അള്ളാഹുവിൻ്റെ ഇലാഹിയായ ഈ ഹദീസ്, അതായത് ഖുദ്സിയായ ഈ ഹദീസ്, അത് ഉൾക്കൊള്ളുന്നുണ്ട് ഹസ്റ അസ്ബാബി മഹബ്ബത്തിഹി ഫി അംറൈൻ, അവനോടുള്ള മഹബ്ബത്ത്, സ്നേഹം രണ്ട് കാര്യങ്ങളിൽ എന്തിരിക്കുക, പരിമിതമായിരിക്കുകയാണ്. ഒന്ന് അദാഇ ഫറാഇദിഹി വതഖറബി ഇലൈഹി ബിന്നവാഫിൽ, ഒന്നാമത്തെ കാര്യം എന്താണ്, ഫർള് വ്യക്തമായിട്ട് വീട്ടുക. മറ്റൊന്ന് സുന്നത്തുകൾ വീട്ടുക. ഇത് രണ്ടിലുമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം സമ്പാദിക്കാൻ ഉള്ള രണ്ട് കാര്യങ്ങൾ. ഇത് രണ്ടിലുമാണ് അടങ്ങിയിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഹൃദയം കഠിനമായ പരുക്കൻ സ്വഭാവമുള്ള ആളുകൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ എന്താണ്, പ്രയാസവുമാണ്. ഹറാമുൻ അലാ ഖലീൽ ത്വബഇ കസീഫിൽ ഖൽബി ഫഹമ മഅനാഹു വൽ മുറാദു ബി, ഇതിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് പ്രയാസകരമായിരിക്കും. അതിനുശേഷം ഇതിനെ വിശദീകരിക്കുന്നുണ്ട് ഇമാം അവർ. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ അത് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂർ.